ഓക്കെ. അടുത്ത് ബ്ലെമിഷ് എന്ന വാക്കിന്റെ അർത്ഥം നോക്കാം. ബ്ലെമിഷ് ഹാനി വരുത്തുക അല്ലെങ്കിൽ ദുഷ്കീർത്തി. ഹാനി വരുത്തുക അല്ലെങ്കിൽ ദുഷ്കീർത്തി എന്തൊക്കെയാണ്? ഫോൾട്ട്, സ്മിർച്ച്, സ്റ്റിഗ്മ, സ്റ്റെയിൻ അല്ലെങ്കിൽ ഹാനി വരുത്തുക, ദുഷ്കീർത്തി ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ബ്ലെമിഷ്. BLEMISH ബ്ലെമിഷ്. ഓക്കെ, എന്തൊക്കെയാണ് സിനോണിം? ഫോൾട്ട്, സ്മിർച്ച്, സ്റ്റിഗ്മ, സ്റ്റെയിൻ. ഫോൾട്ട്, സ്മിർച്ച് ഇത് പുതിയ വാക്കാണ്. പുതിയ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. SMIRCH സ്മിർച്ച് ഹാനി വരുത്തുക അല്ലെങ്കിൽ ദുഷ്കീർത്തി ഉണ്ടാക്കുക. സ്റ്റിഗ്മ, സ്റ്റെയിൻ. ഓക്കെ, സ്റ്റെയിൻ STAIN. ഓക്കെ അല്ലേ? ഇത് എന്തൊക്കെയാണ് ആന്റോണിം? പ്യൂരിറ്റി, ഇംപെക്കബിൾ, സ്പോട്ട്ലെസ്, സ്റ്റെയിൻലെസ്. പ്യൂരിറ്റി, ഇംപെക്കബിൾ, സ്പോട്ട്ലെസ്, സ്റ്റെയിൻലെസ്. അപ്പൊ ഇവിടെ പുതിയ വാക്ക് കണ്ടുപിടിച്ചു. ഇംപെക്കബിൾ ഇതൊക്കെ നല്ല വാക്കുകളാണ്. ഇംപെക്കബിൾ IM സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം. IMPECCABLE IMPECCABLE. ഓക്കെ അല്ലേ? ഇംപെക്കബിൾ ദോഷരഹിതമായ എന്ന് ഉപയോഗിക്കുന്നതാണ് ഇംപെക്കബിൾ. അപ്പൊ എന്തൊക്കെയാണ്? ബ്ലെമിഷ് എന്ന വാക്കിന്റെ അർത്ഥം ഹാനി വരുത്തുക അല്ലെങ്കിൽ ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് ബ്ലെമിഷ്. ഫോൾട്ട്, സ്മിർച്ച്, സ്റ്റിഗ്മ, സ്റ്റെയിൻ എന്തൊക്കെയാണ് ആന്റോണിം? പ്യൂരിറ്റി, ഇംപെക്കബിൾ, സ്പോട്ട്ലെസ്, സ്റ്റെയിൻലെസ്. ഇംപെക്കബിൾ എന്ന വാക്ക് മറക്കരുത്. ഇംപെക്കബിൾ ദോഷരഹിതമായ ഓക്കെ എന്ന് ഉപയോഗിക്കുന്നതാണ് ഇംപെക്കബിൾ. ഓക്കെ. ഇനി ബ്ലിക്ക് BLEAK ബ്ലിക്ക്. ബ്ലിക്ക് ബ്ലിക്ക് വിരസമായ അല്ലെങ്കിൽ നിരുത്സാഹമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ബ്ലിക്ക്. BLEAK വിരസമായ, നിരുത്സാഹമായ. ഓക്കെ, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്മലിന്റെ സിനോണിം. ഓക്കെ, ഡിസ്മലിന്റെ സിനോണിം ആയിട്ട് ചോദിക്കുന്ന ഗ്ലൂമി. ഡിസ്മൽ, ഗ്ലൂമി. നിരുത്സാഹമായ, വിരസമായ. ചില്ലി, ഡ്രയറി പുതിയ വാക്ക് ഡ്രയറി. ഓക്കെ, DREARY ഡ്രയറി. അതുപോലെ ചില്ലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കും ഉത്സാഹകരമായ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ചില്ലി എന്ന വാക്കിന്റെ അർത്ഥം വിരസമായ അല്ലെങ്കിൽ നിരുത്സാഹമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ബ്ലിക്ക്, ഡിസ്മൽ, ഗ്ലൂമി, ചില്ലി, ഡ്രയറി. ഡിസ്മൽ, ഗ്ലൂമി, ചില്ലി, ഡ്രയറി. ഓക്കെ അല്ലേ? ഇനി ആന്റോണിം ബ്രൈറ്റ്, പ്ലസന്റ്, ബാൽമി. ബാൽമി എന്ന വാക്ക് പുതിയതാണ്. സുഖപ്രദമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ബാൽമി. ബാൽമി. ചിയർഫുൾ. ബ്രൈറ്റ്, പ്ലസന്റ്, ബാൽമി, ചിയർഫുൾ. ബ്രൈറ്റ്, പ്ലസന്റ്, ബാൽമി, ചിയർഫുൾ. ബാൽമി എന്താണ്? സുഖപ്രദമായ. ഓക്കെ, അപ്പൊ ഡിസ്മൽ, ഗ്ലൂമി. ഡിസ്മൽ, ഗ്ലൂമി മറക്കരുത്. ബ്ലിക്ക്, ഡിസ്മൽ, ഗ്ലൂമി, ചില്ലി, ഡ്രയറി. ആന്റോണിം എന്തൊക്കെയാണ്? ബ്രൈറ്റ്, പ്ലസന്റ്. പുതിയ വാക്ക് ബാൽമി. ബാൽമി, ചിയർഫുൾ. ഓക്കെ, ഇനി അടുത്ത കുറച്ച് വാക്കിലോട്ട് പോകാം. ബ്ലെയിം എന്താണ്? ബ്ലെയിം നമുക്കറിയാം, കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റം ചുമത്തുക എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുക എന്ന രീതിയിലാണ് ബ്ലെയിം ഉപയോഗിക്കുന്നത്. റിപ്രൂവ് REPROVE റിപ്രൂവ്. റിപ്രൂവ്, റിപ്രൂവ് മറക്കരുത്. അൺബ്രെയ്ഡ്, അൺബ്രെയ്ഡ് അപ്ബ്രെയ്ഡ് UPBRAID അപ്ബ്രെയ്ഡ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് വാക്കാണ് സെൻഷ്വർ. സ്ഥിരമായിട്ട് പരീക്ഷയിൽ കാണുന്ന ഒരു വാക്കാണ് സെൻഷ്വർ. കുറ്റം ചുമത്തുക, കുറ്റപ്പെടുത്തുക എന്നൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് സെൻഷ്വർ. പിന്നെ എന്തൊരു വാക്കാണ്? റിപ്രോഡ്. ഇതെല്ലാം റിപ്രോച്ച്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി വാക്കുകളാണ് അല്ലെ? റിപ്രൂവ്, അപ്ബ്രെയ്ഡ്, സെൻഷ്വർ, റിപ്രോച്ച്. പല വാക്കുകളും നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള വാക്കുകളാണ്. റിപ്രൂവ്, അപ്ബ്രെയ്ഡ്, സെൻഷ്വർ, റിപ്രോച്ച്. റിപ്രൂവ്, അപ്ബ്രെയ്ഡ്, സെൻഷ്വർ, റിപ്രോച്ച്. ഓക്കെ, എന്തൊക്കെയാണ് ആന്റോണിം? കമന്റ്, അപ്ലോഡ്, ലോഡ്, പ്രൈസ്. പ്രൈസ് പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ആന്റോണിമാർ. അപ്പം മറക്കരുത്, റിപ്രൂവ്, അപ്ബ്രെയ്ഡ്, സെൻഷ്വർ എന്ന വാക്ക് ഒരിക്കലും മറക്കരുത്. സെൻഷ്വർ കുറ്റം ചുമത്തുക, റീപ്രോച്ച്. ഓക്കെ, ഇനി എന്താണ് ബെനവലൻസ്? ബെനവലൻസ്, ബെനവലൻസ് മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ ദാനശീലത എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് ബെനവലൻസ്. ബെനവലൻസ് ഇവിടെ ഇത് തിരിച്ചെഴുതുന്ന നോക്കി. LOVE കണ്ട, ലവ്, സ്നേഹം. LOVE കണ്ട, ബെനവലൻസ്. ബെനവലൻസ് മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ ദാനശീലത എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ബെനവലൻസ്. സിനോണിം എന്തൊക്കെയാണ്? ഹ്യൂമാനിറ്റി, ജനറോസിറ്റി, ചാരിറ്റി, ലിബറലിറ്റി. ഹ്യൂമാനിറ്റി, ജനറോസിറ്റി, ചാരിറ്റി, ലിബറലിറ്റി. എന്തൊക്കെയാണ് ആന്റോണിം? മാലവലൻസ്. മാലവലൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ബെനവലൻസ്, ആന്റോണിം, മാലവലൻസ്. ഇൻഹ്യൂമാനിറ്റി, മാലിഗ്നിറ്റി, അൺകൈൻഡ്നസ്. ഇൻഹ്യൂമാനിറ്റി, മാലിഗ്നിറ്റി, അൺകൈൻഡ്നസ്. ഓക്കെ, അപ്പൊ ബെനവലൻസ് എന്ന മറക്കരുത്. മനുഷ്യ സ്നേഹം, ദാനശീലത എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് ബെനവലൻസ്. ഓക്കെ, ഹ്യൂമാനിറ്റി, ജനറോസിറ്റി, ചാരിറ്റി, ലിബറലിറ്റി. ആന്റോണിം മാലവലൻസ്, ഇൻഹ്യൂമാനിറ്റി, മാലിഗ്നിറ്റി, അൺകൈൻഡ്നസ്. ഓക്കെ, ഇനി ബാർബേറിയസ്. ബാർബേറിയസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബാർബേറിയസ് അപരിഷ്കൃതമായ അല്ലെങ്കിൽ സംസ്കാരശൂന്യമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ബാർബേറിയസ്. അപരിഷ്കൃതമായ അല്ലെങ്കിൽ സംസ്കാരശൂന്യമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നു. സിനോണിം അൺസിവിലൈസ്ഡ്, അൺസിവിലൈസ്ഡ്, അൺസിവിലൈസ്ഡ്. ബാർബേറിയസ് സിനോണിം അൺസിവിലൈസ്ഡ്. അല്ലെങ്കിൽ ആന്റോണിം ചോദിക്കുന്നത് സിവിലൈസ്ഡ്. ഓക്കെ, അൺസിവിലൈസ്ഡ്, സാവേജ്, അൺടൈംഡ്, ബ്രൂട്ടൽ എന്ന രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ നോക്കുക, അൺസിവിലൈസ്ഡ് അപരിഷ്കൃതമായ അല്ലെങ്കിൽ സംസ്കാരശൂന്യമായ, സാവേജ്, അൺടാംഡ്, ബ്രൂട്ടൽ എന്ന രീതിയിൽ ഉപയോഗിക്കാം സിനോണിംസ്. ആന്റോണിം എന്തൊക്കെയാണ്? കൾച്ചേർഡ് അല്ലെ, കൾച്ചർ ഉള്ളവർ. ഹ്യൂമെയിൻ, റിഫൈൻഡ്, ജെന്റിൽ.
ഹ്യൂമെയിൻ, റിഫൈൻഡ്, ജെന്റിൽ. ഓക്കെ, ബാഫിൽ എന്ന വാക്കിന്റെ അർത്ഥം BAFFLE, ബാഫിൽ. ബാഫിൽ എന്ന വാക്കിന്റെ അർത്ഥം ചിന്താക്കുഴപ്പമുണ്ടാകുക അല്ലെങ്കിൽ കുഴപ്പത്തിലാക്കുക എന്ന രീതിയിലേക്ക് ഉപയോഗിക്കാം ബാഫിൽ. ചിന്താക്കുഴപ്പമുണ്ടാക്കുക, കുഴപ്പത്തിലാക്കുക എന്ന രീതിയിലേക്ക് ഉപയോഗിക്കുന്നതാണ് ബാഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, ബാഫിൽ എന്ന് പറയുക. അതുപോലെ തന്നെ സിനോണിം എന്ന് കൺഫൗണ്ട്, എല്യൂഡ്, ഫ്രസ്ട്രേറ്റ്, പെർപ്ലക്സ്. പെർപ്ലക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കാം. കൺഫൗണ്ട്, എല്യൂഡ്, ഫ്രസ്ട്രേറ്റ്, പെർപ്ലക്സ്. ഓക്കെ, ഈ എല്യൂഡ് എന്ന വാക്ക് പലപ്പോഴും ഈ പറ്റിച്ചു പോവുക അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് തടിയൂരുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന എല്യൂഡ്, ELUDE. ഓക്കെ, അതും നമുക്ക് ഇതുമായിട്ട് താരതമ്യപ്പെടുത്താം. ചിന്താക്കുഴപ്പമുണ്ടാക്കുക, കുഴപ്പത്തിലാക്കുക. ഓക്കെ, അപ്പൊ ബാഫിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കുക, കുഴപ്പത്തിലാക്കുക, ബാഫിൽ. കൺഫൗണ്ട്, എല്യൂഡ്, ഫ്രസ്ട്രേറ്റ്, പെർപ്ലക്സ്. കൺഫൗണ്ട്, എല്യൂഡ്, ഫ്രസ്ട്രേറ്റ്, പെർപ്ലക്സ്. ഓക്കെ, ആന്റോണിം എന്തൊക്കെ പറയാം? പോയിസ്, കമ്പോഷ്വർ, ഫെസിലിറ്റേറ്റ്, കോപ്പറേറ്റ്. പോയിസ്, കമ്പോഷ്വർ, ഫെസിലിറ്റേറ്റ്, കോപ്പറേറ്റ്. ഓക്കെ, കമ്പോഷർ എന്ന് പറയുന്നത് ശാന്തത എന്നൊക്കെ രീതിയിലാണ്, ശാന്തത എന്നൊക്കെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പോഷർ. ഓക്കെ, കമ്പോഷർ. അപ്പൊ എന്തൊക്കെയാണ് ബാഫിൽ എന്ന വാക്കിന്റെ അർത്ഥം? ചിന്താക്കുഴപ്പമുണ്ടാക്കുക അല്ലെങ്കിൽ കുഴപ്പത്തിലാക്കുക. കൺഫൗണ്ട്, എലൂഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ പിടിയൂരുക എന്നൊക്കെ രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? എല്യൂഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കൺഫൗണ്ട്, എല്യൂഡ്, ഫ്രസ്ട്രേറ്റ്, പെർപ്ലക്സ്. ആന്റോണിം പോയിസ്, കമ്പോഷർ, പുതിയ വാക്കാണ് കമ്പോഷർ, COMPOSUR, ശാന്തത, ഫെസിലിറ്റേറ്റ്, കോപ്പറേറ്റ്. ഓക്കെ, ഇനി ബീവിച്ചിങ് എന്ന വാക്ക്. ബീവിച്ചിങ് എന്ന വാക്കിന്റെ അർത്ഥം വശ്യമായ അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന, വശ്യമായ അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന, മാജിക്കൽ, ഫാസിനേറ്റിംഗ്, ടാന്റലൈസിംഗ്, സ്പെൽ ബൈൻഡിങ്. ഓക്കെ, അപ്പൊ ഈ സ്പെൽ ബൈൻഡിങ് എന്നത് ഒരു പുതിയ വാക്കാണ് അല്ലെ? സ്പെൽ ബൈൻഡിങ് എന്ന വാക്കിന്റെ അർത്ഥം മന്ത്രം ജപിച്ചുകൊണ്ട് വശീകരിക്കുക. മന്ത്രം ജപിച്ച് വശീകരിച്ച എന്ന അർത്ഥത്തിലാണ് സ്പെൽ ബൈൻഡിങ്. ഓക്കെ, അപ്പോ ബീവിച്ചിങ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വശ്യമായ അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന, ഫാസിനേറ്റിംഗ്, മാജിക്കൽ, ടാന്റലൈസിംഗ്, സ്പെൽ ബൈൻഡിങ്. ഓക്കെ, എന്തൊക്കെയാണ് ആന്റോണിം നോക്കാം? റിപ്പൽസീവ്, റിപ്പഗ്നന്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പഗ്നന്റ്, നോസീറ്റിംഗ്, ഡിസ്ഗസ്റ്റിംഗ്, റിപ്പഗ്നന്റ്. ഓക്കെ, അരോചകമായ എന്നൊക്കെ രീതിയിൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ബീവിച്ചിങ്, വശ്യമായ അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന, ഫാസിനേറ്റിംഗ്, ടാന്റലൈസിംഗ്, സ്പെൽ ബൈൻഡിങ് ശ്രദ്ധിച്ചോണം. മന്ത്രം ജപിച്ചുകൊണ്ട് വശീകരിച്ച എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് സ്പെൽ ബൈൻഡിങ്. അത് ശ്രദ്ധിച്ചോണേ. ഇനി ആന്റോണിം റിപ്പൽസീവ്, റിപ്പഗ്നന്റ്, നോസീറ്റിംഗ്, അതുപോലെ ഡിസ്കസ്റ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇഡിയത്തിലോട്ട് പോകാം. ഓക്കെ, എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഒരു മിനിറ്റ്. ഓക്കെ, എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നതിന്റെ അർത്ഥം ഫീൽ അൺകംഫർട്ടബിൾ ഇൻ അൺഫെമിലിയർ സറൗണ്ടിങ്സ്. അതായത് നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ എന്താവും? അൺകംഫർട്ടബിൾ. അത്തരം ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഐ ഫെൽറ്റ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഇൻ മൈ ന്യൂ ജോബ്. എനിക്ക് പുതിയ ജോലി കിട്ടിയപ്പോൾ ആ സ്ഥലത്ത് എന്താണ്? എനിക്ക് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സറൗണ്ടിങ്സുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതാണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഓക്കെ, സിറ്റ് ഓൺ ദ ഫെൻസ്. എന്താണ് സിറ്റ് ഓൺ ദ ഫെൻസ്? അവോയ്ഡ് മേക്കിംഗ് എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിറ്റ് ഓൺ ദ ഫെൻസ്. അവോയ്ഡ് മേക്കിംഗ് എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ, അതായത് ചിന്താക്കുഴപ്പത്തിലാകുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിറ്റ് ഓൺ ദ ഫെൻസ്. ഓക്കെ, അടുത്തൊരു വാക്ക് ബ്ലാക്ക് ഷീപ്പ്. എന്താണ് ബ്ലാക്ക് ഷീപ്പ്? ഓക്കെ, വൺ ഹു ഈസ് നോട്ട് അക്സെപ്റ്റഡ് ആസ് എ പാർട്ട് ഓഫ് ഫാമിലി ഓർ ഗ്രൂപ്പ് ബിക്കോസ് ഓഫ് ഓൺസ് ബാഡ് കണ്ടക്ട്. അതായത് നമ്മൾ കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളാത്തവൻ എന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ബ്ലാക്ക് ഷീപ്പ്. ഓക്കെ, വൺ ഹു ഈസ് നോട്ട് അക്സെപ്റ്റഡ് as part of a family or group because of one's bad conduct. അതാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എ ഫെയർ വെദർ ഫ്രണ്ട്, അത് നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫെയർ വെദർ ഫ്രണ്ട്, എ പേഴ്സൺ ഹൂസ് ഫ്രണ്ട്ഷിപ്പ് കനോട്ട് ബി റിലേഡ് ഓൺ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. അതായത് ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത്, അതാണ് ഫെയർ വെദർ ഫ്രണ്ട്. ഓക്കെ അല്ലേ? എ പേഴ്സൺ ഹൂസ് ഫ്രണ്ട്ഷിപ്പ് കനോട്ട് ബി റിലേഡ് ഓൺ ഡിഫിക്കൽട്ട് ടൈംസ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആശ്രയിക്കാൻ സാധിക്കാത്ത സുഹൃത്തിനാണ് നമ്മൾ ഫെയർ വെദർ ഫ്രണ്ട്, ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത്. ഓക്കെ, അറ്റ് ലോഗർ ഹെഡ്സ്. എന്താണ് അറ്റ് ലോഗർ ഹെഡ്സ്? ടു ഡിസഗ്രി സ്ട്രോങ്ലി, അതായത് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ് അറ്റ് ലോഗർ ഹെഡ്സ്. ടു ഡിസഗ്രി സ്ട്രോങ്ലി അറ്റ് ലോഗർ ഹെഡ്സ്. ഓക്കെ, ഹ്യൂ ആൻഡ് ക്രൈ, HUE ആൻഡ് ക്രൈ, എ ലൗഡ് പബ്ലിക് പ്രൊട്ടസ്റ്റ് ഓർ ഒപ്പോസിഷൻ. അതായത് ശക്തമായ അല്ലെങ്കിൽ ഉയർന്ന ശബ്ദമുള്ള പ്രതിപക്ഷ ശബ്ദം, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്, അതിനാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഹ്യൂ ആൻഡ് ക്രൈ. നമുക്കറിയാം പല സമരങ്ങളും ഒക്കെ നമുക്ക് എന്തറിയാം, ഹ്യൂ ആൻഡ് ക്രൈ എന്ന് പറയാറുണ്ട്. പലപ്പോഴും സമരം എന്താവാറുണ്ട്? ഉയർച്ചയുള്ള അല്ലെങ്കിൽ ശക്തമായ എന്ന രീതിയിൽ ഹ്യൂ ആൻഡ് ക്രൈ എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, എ ലൗഡ് പബ്ലിക് പ്രൊട്ടസ്റ്റ് ഓർ ഒപ്പോസിഷൻ, ഹ്യൂ ആൻഡ് ക്രൈ.
ഓവർ ദ മൂൺ. എന്താണ് ഓവർ ദ മൂണിന്റെ അർത്ഥം? എക്സ്ട്രീംലി ഹാപ്പി. ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീംലി ഹാപ്പി, വളരെയധികം സന്തോഷകരമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഓവർ ദ മൂൺ. ഓവർ ദ മൂൺ. അപ്പൊ ഓവർ ദ മൂൺ ശ്രദ്ധിച്ചോണം. എക്സ്ട്രീംലി ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി. ഓക്കെ, ഇനി അടുത്തൊരു വാക്ക് ഇൻസ് ആൻഡ് ഔട്ട്സ്. കണ്ട, ഇത്തരം ആൻഡ് ചേർത്ത് വരുന്ന ഇഡിയംസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇൻസ് ആൻഡ് ഔട്ട്സ് എന്താണ്? കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, മുഴുവൻ ഡീറ്റെയിൽസ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇൻസ് ആൻഡ് ഔട്ട്സ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. കിഡ് ആൻഡ് കിൻ, കിഡ് ആൻഡ് കിൻ ഫാമിലി റിലേഷൻസ്, അതായത് സ്നേഹിതന്മാരും ബന്ധുക്കളും എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് കിഡ് ആൻഡ് കിൻ. ഓക്കെ അല്ലേ? കിഡ് ആൻഡ് കിൻ ഫാമിലി റിലേഷൻസ്, സ്നേഹിതന്മാരും ബന്ധുക്കളും. ഓക്കെ, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് വെൻ ഓൺ കംപ്ലൈൻസ് അബൌട്ട് എ ലോസ് ഫ്രം ദ പാസ്റ്റ്. അതായത് നമ്മുടെ പാസ്റ്റിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഈ ഓവർ പഠിച്ചോണം. ഈ ഓവർ വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ വെൻ ഓൺ കംപ്ലൈൻസ് അബൌട്ട് എ ലോസ് ഫ്രം ദ പാസ്റ്റ്. ഭാവി അല്ല ഭൂതകാലത്ത് അല്ലെങ്കിൽ മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ്. ഡോൺ ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതകാലത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കരുത് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഡോൺ ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഓക്കെ, ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ്, ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ്, ആക്ടിങ് ഇമ്പൾസീവ്ലി വിത്തൗട്ട് തിങ്കിങ്. അതായത് ഇത് ചിന്തിക്കാതെയുള്ള ഒരു എടുത്തുചാട്ടം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ്. ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിങ് ഇമ്പൾസീവ്ലി വിത്തൗട്ട് തിങ്കിങ്. ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ്, അതായത് ചിന്തിക്കാതെയുള്ള എടുത്തുചാട്ടം. ആ സമയത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ്. ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ്. ഓക്കെ, ഓക്കെ, നമുക്ക് കുറച്ച് ഫ്രേസൽ വെർബിനെ പറ്റി പഠിക്കാം. കുറച്ച് ഫ്രേസൽ വെർബ് പഠിക്കാം. ഓക്കെ, അപ്പൊ പുട്ട് ഡൗൺ എന്ന വാക്ക് ഇപ്പൊ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു വാക്കാണ് പുട്ട് ഡൗൺ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മുടെ ഇപ്പൊ ഈ 2021 നടന്ന തന്നെ പല പരീക്ഷയ്ക്കും പുട്ട് ഡൗൺ എന്ന വാക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കാണ് പുട്ട് ഡൗൺ. ഓക്കെ, പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന റൈറ്റ് ഡൗൺ അല്ലെ? ടീച്ചർ പറയാറുള്ള വാക്കാണ് പുട്ട് ഡൗൺ, എഴുതുക എന്നുള്ള രീതിയിൽ. പിന്നെ വേറൊരു വാക്കാണ് സപ്രസ്, അടിച്ചമർത്തുക. അപ്പൊ പുട്ട് ഡൗൺ, റൈറ്റ് ഡൗൺ, സപ്രസ്. ഓക്കെ, ഇനി ടു സബ്ജക്ട് ആൻ ആനിമൽ ടു യുത്തനേഷ്യ. ടു സബ്ജക്ട് ആൻ ആനിമൽ ടു യുത്തനേഷ്യ, യൂത്തനേഷ്യ. ഓക്കെ, ടു സബ്ജക്ട് ആൻ ആനിമൽ ടു യൂത്തനേഷ്യ എന്ന രീതിയിൽ ഉപയോഗിക്കും. എന്താണ്? ഒരു ആനിമൽ, അതായത് ഒരു മൃഗത്തെ എന്താണ് നമുക്ക് എന്താണ് പറഞ്ഞ മരണത്തിന് വിധേയമാക്കുക എന്ന രീതിയിലാണ് എന്താണ്? ടു സബ്ജക്ട് ടു ആൻ ആനിമൽ ടു യുത്തനേഷ്യ എന്ന വാക്കിലാണ് നമ്മൾ പുട്ട് ഡൗൺ ഉപയോഗിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണേ. ഈ ഇടയ്ക്ക് നടന്ന നമ്മുടെ പ്രിലിംസ്, പോലീസിന്റെ 12th ലെവൽ പ്രിലിംസിൽ എങ്ങാണ്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പുട്ട് ഡൗൺ എന്ന വാക്ക്. എന്താണ്? ടു സബ്ജക്ട് ആൻ ആനിമൽ ടു യുത്തനേഷ്യ, യുത്തനേഷ്യക്ക് വിധേയമാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ. ഇനി മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു പുട്ട് ഡൗൺ എന്ന വാക്കിൽ ടു പേ എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് സംതിങ് ഓർ ടു പേ. അതായത് നമ്മൾ ഹോട്ടലിൽ ബില്ല് പേ ചെയ്യുന്നില്ലേ, ആ സമയത്ത് ടു പേ എ 100 rupees എന്ന രീതിയിൽ ഉപയോഗിക്കാം അല്ലെ? 100 rupees പേ ചെയ്തു, ആ സമയത്ത് ഉപയോഗിക്കാവുന്ന വാക്കാണ് പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ. Okay, put down. To pay a part of cost of something or to pay. Okay. To criticize someone. To criticize someone. ആരെങ്കിലും കുറ്റപ്പെടുത്തുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് പുട്ട് ഡൗൺ. ടു ക്രിട്ടിസൈസ് someone അല്ലെങ്കിൽ എന്താണ്? വിമർശിക്കുക എന്ന രീതിയിൽ പുട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പൊ പുട്ട് ഡൗണുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഓക്കെ, പുട്ട് ഡൗൺ, റൈറ്റ് ഡൗൺ, എഴുതുക. സപ്രസ് എന്താണ്? അടിച്ചമർത്തുക. ടു സബ്ജക്ട് ആൻഡ് ആനിമൽ ടു യുത്തനേഷ്യ. യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന് വിധേയമാക്കുക എന്നുള്ള രീതിയിൽ ടു സബ്ജക്ട് ആൻ അനിമൽ ടു യുത്തനേഷ്യ, പുട്ട് ഡൗൺ. ഈ ടു പേ അനിമൽ ആണ്, പ്രത്യേകിച്ചും മൃഗങ്ങളുടെ ദയാവധത്തിന് വിധേയമാക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? പുട്ട് ഡൗൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ടു പേ എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് സംതിങ് ഓർ ടു പേ, അതായത് പൈസ അടയ്ക്കുക, ഹോട്ടലിൽ കാശ് കൊടുക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പേ ചെയ്യുക എന്ന രീതിയിലാണ് പുട്ട് ഡൗൺ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഐ പേ എ 100 rupees ടു ദ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാഷ് കാണും, എന്നിട്ട് പുട്ട് ഡൗൺ, പുട്ട് ഓൺ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കും. ഓക്കെ, പേ എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ത് എഴുതണം? പുട്ട് ഡൗൺ എന്ന് എഴുതണം. ഓക്കെ, ടു ക്രിട്ടിസൈസ് someone, ആരെങ്കിലും വിമർശിക്കുന്ന എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പുട്ട് ഡൗൺ ആണ്. ഓക്കെ, ഇനി പുട്ടിൻ എന്ന വാക്കിന്റെ അർത്ഥം ഇന്ററപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷനിൽ ഇടപെടുക, ഒരു സംഭാഷണത്തിൽ ഇടപെടുക എന്ന രീതിയിലാണ് പുട്ട് ഇൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പുട്ട് ഇൻ, ടു ഇന്ററപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ. അടുത്ത് ടു മേക്ക് എ ടെലഫോൺ കാൾ, ഒരു ടെലഫോൺ കാൾ, ഒരാളെ കോൾ വിളിക്കുക എന്ന രീതിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പുട്ട് ഇൻ ഉപയോഗിക്കാറുണ്ട്. ഇനി ടു സ്പെൻഡ് ടൈം അറ്റ് എ ലൊക്കേഷൻ ഓർ ജോബ്, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജോബിൽ സമയം കുറച്ച് ചെലവഴിക്കുന്നു, ആ രീതിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പുട്ടിൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പുട്ടിൻ എന്ന വാക്കിന്റെ അർത്ഥം ഇന്ററപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ, ഒരു രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇടയ്ക്കറി പറയുക എന്ന രീതിയിൽ പുട്ടിൻ ഉപയോഗിക്കാറുണ്ട്. ടെലഫോൺ കോൾ, നമ്മളൊരു ഫോൺ വിളിക്കുക എന്ന രീതിയിൽ പുട്ടിൻ ഉപയോഗിക്കാറുണ്ട്. ടു സ്പെൻഡ് ടൈം അറ്റ് എ ലൊക്കേഷൻ ഓർ ജോബ്, ഒരു ജോലിയിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ലൊക്കേഷനിലോ സമയം ചെലവഴിക്കുക എന്ന രീതിയിലും പുട്ടിൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പുട്ട് ഔട്ട് എന്ന് നോക്കാം. പുട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വാക്കാണ്. പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസ് എല്ലാം. ഓക്കെ, പുട്ട് ഔട്ട് നമുക്കറിയാം, എസ്റ്റിങ്യൂഷ് അല്ലെങ്കിൽ അണയ്ക്കുക, തീ അണയ്ക്കുക എന്ന രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട്, എസ്റ്റിങ്യൂഷ് അല്ലെങ്കിൽ അണയ്ക്കുക. ഓക്കെ,
പുട്ടോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിയർ ധരിക്കുക എന്ന രീതിയിലാണ് പുട്ടോൺ. ഡ്രസ്സ് ധരിക്കുക, പുട്ടോൺ ക്ലോത്ത്സ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ധരിക്കുക എന്ന രീതിയിലാണ് പുട്ടോൺ ഉപയോഗിക്കുന്നത്. ഇനി പുട്ടപ്പ് എന്ന വാക്കിന്റെ അർത്ഥം റൈസ് അല്ലെങ്കിൽ സ്റ്റേ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഈ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന എന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെന്റൻസ് വന്നിട്ട് പുട്ടപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്ഷനിൽ. ഓക്കെ, പുട്ടപ്പ് എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റേ, താമസിക്കുക. ഒരു ഹോട്ടലിൽ താമസിക്കുക, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ റൂം എടുക്കുക, എന്നിട്ട് താമസിക്കുക, അല്ലെങ്കിൽ ലോഡ്ജിൽ റൂം എടുക്കുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് പുട്ടപ്പ്, സ്റ്റേ. റൈസ് അറിയാം, പുട്ടപ്പ് ഉയർത്തുക. അതുപോലെ മറ്റൊരു വാക്കാണ് സ്റ്റേ. ഓക്കെ, ഇനി പുട്ട് അക്രോസ് എന്ന വാക്കിന്റെ അർത്ഥം കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, ഇനി പുട്ട് ബൈ എന്ന വാക്കിന്റെ അർത്ഥം പുട്ട് ബൈ, ടു സേവ് എൻ എമൗണ്ട് ഓഫ് മണി, കുറച്ച് പൈസ സേവ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കാശ് സേവ് ചെയ്യുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പുട്ട് ബൈ. ഇനി അതുപോലത്തെ ഒരു വാക്കാണ് പുട്ട് അസൈഡ്. കഴിഞ്ഞ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന വാക്കാണ് പുട്ട് അസൈഡ്, ടു സേവ് മണി, കുറച്ച് പൈസ സംഭരിക്കുക അല്ലെങ്കിൽ സേവ് ചെയ്യുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് പുട്ട് അസൈഡ്, പുട്ട് ബൈ. അപ്പൊ പുട്ട് ബൈയും പുട്ട് അസൈഡും സെയിം മീനിങ് ആണ്. ഓക്കെ അല്ലേ? ഇനി പുട്ട് ഫോർവേഡ് എന്താണ്? ഒരു സജഷൻ മുന്നോട്ട് വെക്കുക, എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ സജഷൻ മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് പുട്ട് ഫോർവേഡ് ഉപയോഗിക്കുന്നത്. പുട്ട് ഫോർവേഡ്. ഓക്കെ, ഇനി പുട്ടപ്പ് വിത്ത് എന്ന വാക്കിന്റെ അർത്ഥം ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുക എന്ന രീതിയിലാണ് പുട്ടപ്പ് വിത്ത്. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ എന്ന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. ഓക്കെ, ഇനി പുട്ട് ഫോർവേഡ് ടു മേക്ക് എ സജഷൻ, പുട്ട് അസൈഡ് ടു സേവ് മണി. ഇനി പുട്ട് ബൈ ടു സേവ് എൻ എമൗണ്ട് ഓഫ് മണി എന്ന് തന്നെയാണ് അർത്ഥം. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം ചെയ്യുക. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ്, ഉയർത്തുക, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം സ്റ്റേ, താമസിക്കുക എന്ന രീതിയിൽ നമ്മൾ പുട്ടപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇനി പുട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയർ, ധരിക്കുക. പുട്ടോ എക്സ്റ്റിംഗ്വിഷ്, തീ അണക്കുക എന്ന രീതിയിൽ. ഇനി പുട്ടിൻ എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷനിൽ കൈയെടുത്തുക അല്ലെങ്കിൽ ഇടപെടുക. ടു മേക്ക് എ ടെലിഫോൺ കോൾ, ഒരു ടെലിഫോൺ കോൾ ചെയ്യുക. അല്ലെങ്കിൽ ടു സ്പെൻഡ് ടൈം അറ്റ് എ ലൊക്കേഷൻ ഓർ ജോബ്, ഒരു പ്രത്യേക സ്ഥലത്തോ അല്ലെങ്കിൽ ജോലിയിലോ സമയം ചെലവഴിക്കുക എന്ന രീതിയിൽ പുട്ടിൻ ഉപയോഗിക്കാം. ഇനി പുട്ട് ഡൗൺ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പൊ ട്രെൻഡാണ് പുട്ട് ഡൗൺ. റൈറ്റ് ഡൗൺ, എഴുതുക, അടിച്ചമർത്തുക. സപ്രസ്, ടു സബ്ജക്ട് പ്രത്യേകിച്ച് അനിമൽസ് ടു യുത്തനേഷ്യ, ദയാവധത്തിന് മൃഗങ്ങളെ വിധേയമാക്കുക. ടു പേ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് സംതിങ് ഓർ ടു പേ, അതായത് പൈസ അടയ്ക്കുക, ഹോട്ടലിൽ പൈസ അടയ്ക്കുക, പേ ചെയ്യുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പുട്ട് ഡൗൺ. ടു ക്രിട്ടിസൈസ് സമ്മൺ, ആരെങ്കിലും വിമർശിക്കുക എന്ന രീതിയിലും പുട്ട് ഡൗൺ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇത്രയാണ് പുട്ടുമായി ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ്. ഇനി നമുക്ക് ഫോറിൻ വേർഡ്സ് പഠിക്കും, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോറിൻ വേർഡ്സ് പഠിക്കാം. ഓക്കെ, അബ് ഇനീഷ്യോ എന്ന വാക്കിന്റെ അർത്ഥം ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ എന്ന വാക്കാണ് അബ് ഇനീഷ്യോ, ABINITIO, അബ് ഇനീഷ്യോ ഫ്രം ദ ബിഗിനിങ്. അഡ് വലേറം അക്കോർഡിംഗ് ടു ദ വാല്യൂവിനനുസരിച്ച്. അഡ് വലേറം അക്കോർഡിംഗ് ടു ദ വാല്യൂ. അഡ്ഹോക്ക് എന്താണ്? ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അഡ്ഹോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഐഡേ ഡി ക്യാമ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഐഡേ ഡി ക്യാമ്പ് മിലിറ്ററി അസിസ്റ്റന്റ് എന്നാണ് അർത്ഥം. ഐഡേ ഡി ക്യാമ്പ് മിലിറ്ററി അസിസ്റ്റന്റ്. അൽമാ മാറ്റർ ദ യൂണിവേഴ്സിറ്റി ഓർ സ്കൂൾ ദാറ്റ് എ പേഴ്സൺ ഓൺസ് അറ്റൻഡഡ്, മുമ്പ് പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ് സ്കൂൾ, ആ ഒരു രീതിയിൽ പറയുന്ന പറ്റാണ് അൽമാ മാറ്റർ. അത് പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ പറയുന്നതാണ് അൽമാ മാറ്റർ. ഓക്കെ, ഇനി ആൾട്ടർ ഈഗോ എന്ന വാക്കിന്റെ അർത്ഥം ഇന്റിമേറ്റ് ഫ്രണ്ട്. ആൾട്ടർ ഈഗോ, ശ്രദ്ധിച്ചോണേ, ആൾട്ടർ ഈഗോ, ഇന്റിമേറ്റ് ഫ്രണ്ട്, അടുത്ത സുഹൃത്ത്, ഇന്റിമേറ്റ് ഫ്രണ്ട്. ആൾട്ടർ ഈഗോ, ഇന്റിമേറ്റ് ഫ്രണ്ട്. അലുമിനി എന്ന വാക്കിന്റെ അർത്ഥം ഓൾഡ് സ്റ്റുഡൻസ് ഓഫ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ പഴയ സ്റ്റുഡൻസിനെ വിളിക്കുന്ന പേരാണ് അലുമിനി. അൽഫ്രസ്കോ, എന്താണ് അൽഫ്രസ്കോ? ഇൻ ദ ഓപ്പൺ എയർ. നമ്മൾ പ്രധാനമായിട്ടും ഈ അൽഫ്രസ്കോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ ആഹാരം കഴിക്കാനായിട്ട് ഒരു തുറസായ സ്ഥലം തിരഞ്ഞെടുക്കുന്നു, കൂട്ടത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന ഫോറിൻ വേർഡാണ് അൽഫ്രസ്കോ ഇൻ ദ ഓപ്പൺ എയർ. ഇനി എന്താണ് അലീബി എന്ന വാക്ക്? ഓക്കെ, അലീബി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇടയ്ക്ക് ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അലീബി. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ വിൻഡിക്കേഷൻ, അതായത് കുറ്റകൃത്യം നടന്ന സമയത്ത് മറ്റൊരിടത്തായിരുന്നു എന്ന രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അലീബി, ALIBI, അലീബി. ഓക്കെ, ഇനി ഓഫ് ഹാവിംഗ് എ ഗുഡ് ഓർ ഡീറ്റെയിൽഡ് നോളജ്, നല്ല അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് ഉള്ള ആളിനെ വിളിക്കാം ഓഫ് എയ്റ്റ്. ഓക്കെ, ഇനി ഓഫ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദ ബോട്ടം. ഓഫ് ഫോണ്ട് അറ്റ് ദ ബോട്ടം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഓട്ടിച്ച് നോക്കാം. അബിനിഷ്യോ ഫ്രം ദ ബിഗിനിങ്. അഡ് വലേറം, അതിൽ തന്നെ ഉണ്ട് അഡ് വാല്യൂ, കണ്ട വാല്യൂ, വലേറം വാല്യൂ. അക്കോർഡിംഗ് ടു ദ വാല്യൂ. അഡ് ഹോക്ക് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഐഡേ ഡി ക്യാമ്പ് മിലിറ്ററി അസിസ്റ്റന്റ്. അൽമാ മാറ്റർ ദ യൂണിവേഴ്സിറ്റി ഓർ സ്കൂൾ ദാറ്റ് എ പേഴ്സൺ ഓൺസ് അറ്റൻഡഡ്. ആൾട്ടർ ഈഗോ ഇന്റിമേറ്റ് ഫ്രണ്ട്. അലുമിനി ഓൾഡ് സ്റ്റുഡൻസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അൽ ഫ്രസ്കോ ഇൻ ദ ഓപ്പൺ എയർ. അലീബി ജസ്റ്റിഫിക്കേഷൻ വിൻഡിക്കേഷൻ. ഓക്കെ, ഇനി ഓഫ് ഇറ്റ് ഹാവിംഗ് എ ഗുഡ് ഓർ ഡീറ്റെയിൽഡ് നോളജ്. ഇനി ഓഫ് ഫോണ്ട് അറ്റ് ദ ബോട്ടം. ഓക്കെ, ഇത്രയാണ് ഇതായിട്ട് പഠിക്കുള്ളൂ. ഇനി നമുക്ക്
കുറച്ച് ഒൺവേർഡ് പഠിക്കാം. ഒൺവേർഡ് എന്ന് പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നതായി ബന്ധപ്പെട്ട കില്ലിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒൺവേർഡ് പഠിക്കാം. സെമിത്തേരി നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയിൽ കാണുന്ന സ്പെല്ലിംഗ് ആണ് സെമിത്തേരി. സെമിത്തേരി എന്താണ്? എ ഗ്രേവിയാർഡ് വെയർ ദ ഡെഡ് ബോഡീസ് ആർ ബറീഡ്. ശവദാഹം അല്ലെങ്കിൽ ശവം ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ശവം അടക്കുന്ന സ്ഥലത്താണ് സെമിത്തേരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇനി കോട്ടേജ് എന്താണ്? കോട്ടേജ് എ ഫ്യൂണറൽ പൊസഷൻ കംപ്രൈസിംഗ് എ നമ്പർ ഓഫ് മോണേഴ്സ്. അതായത് വിലാപമായിട്ട് യാത്ര പോവുക. കോർട്ടേജ് ശ്രദ്ധിച്ചോണം. കോർട്ടേജ് എന്ന വാക്കിന്റെ അർത്ഥം വിലാപയാത്ര എന്നാണ് സിമ്പിൾ ആയിട്ട്. എ ഫ്യൂണറൽ പ്രൊസഷൻ കംപ്രൈസിംഗ് എ നമ്പർ ഓഫ് മോണേഴ്സ്. കുറെ ആൾക്കാർ വിലാപമായിട്ട് കൊണ്ടുപോകുന്ന ഫ്യൂണറൽ പ്രൊസഷനാണ് എന്ത് വിളിക്കുന്നത്? കോർട്ടേജ്. ക്രിമേഷൻ ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രിമറ്റേറിയം, എ പ്ലേസ് വെയർ ലാസ്റ്റ് ഫ്യൂണറൽ റൈറ്റ്സ് ആർ പെർഫോംഡ്. അതായത് ശവദാഹം നടത്തുന്ന സ്ഥലം, അവസാനമായിട്ട് ശവദാഹം നടത്തുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എന്താ പറയുക? ക്രമേഷൻ ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രമറ്റേറിയം. എന്താണ് ഒബിറ്റുറി? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വാക്കാണ് ഒബിറ്റുറി. അതിന് അക്കൗണ്ട് ഇൻ ദ ന്യൂസ് പേപ്പർ അബൌട്ട് ദ ഫ്യൂണറൽ ഓഫ് ദ ഡിസീസ്. മരിച്ച ആളിനെ പറ്റി പത്രത്തിലെ വാർത്ത, അതിനെ വിളിക്കുന്ന പേരാണ് ഒബിറ്റുറി. മരണവാർത്ത, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മരണവാർത്ത. അതിന് അക്കൗണ്ട് ഇൻ ദ ന്യൂസ് പേപ്പർ അബൌട്ട് ദ ഫ്യൂണറൽ ഓഫ് ദ ഡിസീസ്. ഇനി എലിജി എന്താണ്? ശോകഗാനം. എലിജി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശോകഗാനം. എ പോയം ഓഫ് ലാമെന്റേഷൻ ഓഫ് ദ ഡെത്ത് ഓഫ് സമ്മൺ ലൗഡ് ആൻഡ് അഡ്മയർഡ്. ശോകഗാനം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എലിജി, വിലാപകാവ്യം. ഇനി എപ്പിറ്റാഫ്, വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ ഗ്രേവ് ടോം ഇൻ ദ മെമ്മറി ഓഫ് ഓൺ ബറീഡ്. മരിച്ച ആളുടെ ശവക്കല്ലറിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? എപ്പിറ്റാഫ്. എന്താണ്? ഫിലിസൈഡ്, മർഡർ ഓഫ് ഓൺസ് ചിൽഡ്രൻ. ഇപ്പൊ കാണാൻ വരുന്നു. ഫിലിസൈഡ് എന്ന വാക്കിന്റെ അർത്ഥം മർഡർ ഓഫ് ഓൺസ് ചിൽഡ്രൻ, അല്ലെ? ഒരാളുടെ കുട്ടികളെ കൊല്ലുന്ന, സ്വന്തം കുട്ടിയെ കൊല്ലുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഫിലിസൈഡ്. മർഡർ ഓഫ് ഓൺസ് ചിൽഡ്രൻ, അല്ലെ? മർഡർ ഓഫ് ഓൺസ് ചിൽഡ്രൻ. ഫിലിസൈഡ്, മർഡർ ഓഫ് ഓൺസ് ചിൽഡ്രൻ. ഒരു സ്വന്തം മകനെ കൊല്ലുന്ന എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഫിലിസൈഡ്. ശ്രദ്ധിച്ചോണേ, ഫിലിസൈഡ്. ഇനി എന്താണ് ഫ്യൂട്ടിസൈഡ്? മർഡർ ഓഫ് ഫ്യൂട്ടസ്, ഭ്രൂണഹത്യ. ഫ്യൂട്ടിസൈഡ് നമുക്കറിയാം, ഭ്രൂണഹത്യ. ഇനി അടുത്തൊരു വാക്ക് നോക്കാം, ഫ്രാട്രിസൈഡ്. ഈ ഫ്രാട്രിസൈഡ് എന്ന വാക്ക് മർഡർ ഓഫ് ഓൺസ് ബ്രദർ, സഹോദരനെ കൊല്ലുക എന്ന രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മുമ്പൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മർഡർ ഓഫ് ഓൺസ് ബ്രദർ ഓർ സിസ്റ്റർ എന്ന രീതിയിലും ഫ്രാട്രിസൈഡ് ഉപയോഗിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫ്രാട്രിസൈഡ്. മർഡർ ഓഫ് ഓൺസ് ബ്രദർ ഓർ സിസ്റ്റർ എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മർഡർ ഓഫ് ഓൺസ് ബ്രദർ എന്നും ഉപയോഗിക്കാറുണ്ട്, ഫ്രാട്രിസൈഡ്. ഇനി ജീനോസൈഡ് എന്താണ്? മർഡർ ഓഫ് റൈസ്, ഒരു വംശത്തെ തന്നെ കൊല ചെയ്യുക. മർഡർ ഓഫ് റൈസ്, വംശഹത്യ. ജീനോസൈഡ്. ഹോമിസൈഡ് എന്താണ്? മർഡർ ഓഫ് മാൻ ഓർ വുമൺ, ഒരു മനുഷ്യനെ കൊല്ലുക, അല്ലെങ്കിൽ ഒരു ആണിനെ കൊല്ലുക, അല്ലെങ്കിൽ പെണ്ണിനെ കൊല്ലുക, അല്ലെങ്കിൽ പുരുഷനെ കൊല്ലുക, അല്ലെങ്കിൽ സ്ത്രീയെ കൊല്ലുക എന്ന രീതിയിലാണ് ഹോമിസൈഡ്. എന്താണ് ഇൻഫന്റിസൈഡ്? മർഡർ ഓഫ് എ ഇൻഫന്റ്, ശിശുഹത്യ. ഇൻഫന്റിസൈഡ്, ശിശുഹത്യ. ഇനി മെട്രിസൈഡ്, മർഡർ ഓഫ് ഓൺസ് മദർ, സ്വന്തം അമ്മയെ കൊല്ലുന്ന ആ ഒരു വാക്കാണ് മെട്രിസൈഡ്. ഇനി എന്താണ് പാരിസൈഡ്? മർഡർ ഓഫ് ഓൺസ് പാരന്റ്സ്, അതായത് എന്താണ്? സ്വന്തം പാരന്റ്സ്, രക്ഷിതാക്കളെ കൊല്ലുക എന്ന രീതിയിലാണ് പാരിസൈഡ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് പാട്രിസൈഡ്? മർഡർ ഓഫ് ഓൺസ് ഫാദർ. സ്വന്തം അച്ഛനെ കൊല്ലുന്ന ഉപയോഗിക്കുന്ന വാക്കാണ് പാട്രിസൈഡ്. ഇനി റെജിസൈഡ് എന്താണ്? മർഡർ ഓഫ് കിങ്, രാജാവിനെ കൊല്ലുന്ന അല്ലെങ്കിൽ ക്യൂനെ കൊല്ലുന്ന ഈ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് റെജിസൈഡ്. ഇനി സൂയിസൈഡ് അറിയാം, മർഡർ ഓഫ് ഓൺ സെൽഫ്, സ്വയം മരിക്കുന്നതിന് സൂയിസൈഡ്. ഇനി യൂക്സോറിസൈഡ്, നല്ല വാക്കാണ് യൂക്സോറിസൈഡ്, ഭാര്യയെ കൊല്ലുന്ന എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് യൂക്സോറിസൈഡ്, മർഡർ ഓഫ് ഓൺസ് വൈഫ്. ഇനി ഒരു വാക്കാണ് സോറോറിസൈഡ്, മർഡർ ഓഫ് ഓൺ സിസ്റ്റർ, സ്വന്തം സഹോദരിയെ കൊല്ലുന്ന എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് സോറോറിസൈഡ്. ഇനി എന്താണ് മോർച്ചറി? നമുക്കറിയാം, എ പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ഫോർ പോസ്റ്റ്മോർട്ടം. ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവയ്ക്കുന്ന സ്ഥലമാണ് മോർച്ചറി, നമുക്കറിയാം. ഇനി എന്താണ് മോർച്ചറി? ശ്രദ്ധിച്ചോണം. മോർഗ് എന്ന വാക്കിന്റെ അർത്ഥം എ പ്ലേസ് വെയർ ബോഡീസ് ആർ കെപ്റ്റ് ഫോർ ഐഡന്റിഫിക്കേഷൻ. അല്ലേ? പരീക്ഷയ്ക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാനുള്ള വാക്കാണ് എ പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ഫോർ, അല്ലെങ്കിൽ ബോഡീസ് ആർ കെപ്റ്റ് ഫോർ ഐഡന്റിഫിക്കേഷൻ. അതായത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ബോഡീസ് കിടത്തുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോർഗ്. മോർച്ചറി മാറിപ്പോരുത്. മോർച്ചറി എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് വെച്ചിരിക്കുന്ന എന്തിനാണ്? പോസ്റ്റ്മോർട്ടത്തിനായി ഡെഡ് ബോഡീസ് വെച്ചിരിക്കുന്ന സ്ഥലമാണ് മോർച്ചറി. എന്നാൽ മോർഗ് എന്ന് പറഞ്ഞാൽ എ പ്ലേസ് വെയർ ബോഡീസ് ആർ കെപ്റ്റ് ഫോർ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയാനായി ബോഡി വെക്കുന്ന സ്ഥലത്തിനാണ് മോർഗ് എന്ന് വിളിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം എന്താണ്? മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് എ ഡെഡ് ബോഡി, അതിനാണ് പോസ്റ്റ്മോർട്ടം എന്ന് വിളിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന്റെ സിനോണിമാണ് ആട്ടോപ്സി.